ബംഗ്ലാദേശിനെ തൊട്ടാൽ ഇന്ത്യയിൽ മിസൈൽ വീഴുമെന്നാണ് പാകിസ്ഥാന്റെ വെല്ലുവിളി. ഈ വെല്ലുവിളിക്ക് പിന്നിൽ എന്താണ് കാരണം? ബംഗ്ലാദേശിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വളരെ സങ്കീർണമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് ഭാരതത്തിലുണ്ട്. ഈ ദീപു ചന്ദ്രദാസ് എന്ന ഒരു ചെറുപ്പക്കാരനെ ഈ തീകൊളുത്തി കൊന്നതിന് ശേഷം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനെതിരെ ഉയരുന്നുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊക്കെ ഇതിനെതിരെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ആകമാനം ഈ പ്രതിഷേധം, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് സർക്കാരിനെതിരെ പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഈ ഹൈക്കമ്മീഷൻ ഓഫീസിൽ, ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ ഹിന്ദു സംഘടനകളുടെ വലിയ വലിയ പ്രതിഷേധം ഉണ്ടായി. ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ സംഘടിച്ചു തുടങ്ങിയെന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ വലിയ തോതിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംഘടിച്ച് പിന്നെ പ്രതിഷേധവും അതിൻ്റെ ചില സ്ഥലങ്ങളിൽ ഗാനാലാപവും ഒക്കെ ആയിട്ട് അവർ ഈ സംഭവത്തെ കത്തിച്ചേർത്താൻ അവരും ആഗ്രഹിക്കും. അപ്പോൾ ഇത് പിന്നെ ഒരു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിട്ട് ആകെ ഉള്ള ജനസംഖ്യയിൽ ഒരു 7% അടുപ്പിച്ച് മാത്രമേ ഹിന്ദു ജനസംഖ്യ ഉള്ളൂ. ഒരു 1.5 കോടിക്ക് അടുത്തുള്ള ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 1.5 കോടിക്ക് അടുത്തുള്ള ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ട് അവർക്ക് നിത്യജീവിതം വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് യൂനിസിൻ്റെ ഭരണം വന്നതിന് ശേഷം. ഈ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് അവരേതാണ്ട് ഒരു മതേതര സമീപനം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം സംരക്ഷണം കൊടുത്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ നിന്നും ഈ പ്രദേശത്തെ രക്ഷിച്ച പിന്നെ രാജ്യമാണ് ഭാരതം. അവരുടെ അച്ഛൻ ഷെയ്ഖ് മുജിബുർ റഹ്മാന് അവിടുത്തെ രാഷ്ട്രപിതാവാവുന്നതും അതിനുശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയാവാൻ കഴിയുന്നതൊക്കെ ഇന്ത്യയുടെ സഹായം കൊണ്ടാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ സ്നേഹം അവർക്ക് ഇന്ത്യയോട് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭരണകാലത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമാതിരിയുള്ള ഈ പേപ്പട്ടി കൂട്ടങ്ങൾ ആക്രമിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അന്നില്ലായിരുന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ യൂനിസ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ പച്ചയ്ക്ക് കത്തിച്ച ഒരു യുവാവിനെ കത്തിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം ഉയർന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് മിസോറാമിലും മേഘാലയയിലും ചില മിലിറ്ററി ബേസുകൾ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊക്കെ അലോസരപ്പെടുത്തുന്നത് ബംഗ്ലാദേശിനല്ല, പകരം പാകിസ്ഥാനെയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ വീണ്ടും തങ്ങളുടെ പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ മുൻനിർത്തി രൂപീകരിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാവ സർക്കാർ, ഇത് ജനങ്ങളെ തിരഞ്ഞെടുത്തല്ല യൂനിസിനെ, ഒരു ഇൻ്ററിം സർക്കാരാണ്, ഇടക്കാല സർക്കാരാണ്. അപ്പോൾ അയാൾ നല്ലൊരു തീവ്രവാദ മനോഭാവമുള്ള നല്ലൊരു മുസ്ലിം തീവ്രവാദിയാണെന്ന തെളിവാണ് ഈ ബംഗ്ലാദേശ് നടന്നു വരുന്ന സംഭവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഷെയ്ഖ് ഹസീനയും പറഞ്ഞു കഴിഞ്ഞു ഇയാളൊരു തീവ്രവാദിയാണ്. ബംഗ്ലാദേശ് എഴുത്തുകാർ തസ്ലിമാൻ നസറും പറഞ്ഞു ജിഹാദികളാണ് ഇവരെല്ലാവരും. ആ ജിഹാദി കൂട്ടങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വലിയ ജിഹാദിയാണ് ഈ യൂനിസ് എന്നും അവരും പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഈ ബംഗ്ലാദേശിനെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതിനുവേണ്ട എല്ലാ പിന്തുണയും അവരുടെ ഭാഗത്തുനിന്ന് യൂനിസ് സർക്കാരിനുണ്ട്. മാത്രമല്ല, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും യൂനിസുമായിട്ട് പലതവണ അമേരിക്കയിൽ അവർ പരസ്പരം കണ്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് വളരെ മുമ്പേ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലഹത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ എന്തെങ്കിലും ശ്രമം ഉണ്ടായാൽ അതിന് വേണ്ട സഹായങ്ങൾ നൽകാൻ പാകിസ്ഥാൻ ആളുകൾ തയ്യാറാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ വിഷയത്തോടു കൂടി പാകിസ്ഥാൻ കുറച്ചുകൂടി സജീവമായി രംഗത്ത് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ അജണ്ട ഉണ്ടെന്ന രീതിയിൽ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും പാകിസ്ഥാൻ്റെ അജണ്ടയാണ്, 100% പാകിസ്ഥാൻ്റെ അജണ്ടയാണ്. ഒപ്പം തുർക്കിയും സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ. പാകിസ്ഥാൻ മാത്രമല്ല, ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയുടെ സഹായം പാകിസ്ഥാൻ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തുർക്കിയുടെ സഹായം പിന്നെ ബംഗ്ലാദേശിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ സഹായവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശ് ഒറ്റയ്ക്ക് നിന്നും ഇന്ത്യയോട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ തയ്യാറാവും എന്ന് നമുക്ക് സാമാന്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നിൽ വൻ ശക്തികളുണ്ട്. ആ വൻശക്തി എന്നാൽ പാകിസ്ഥാൻ വഴി വന്നിട്ടുള്ള മറ്റ് സഹായങ്ങളാണ്. തുർക്കിയിലും ചൈനയും കൂടെ വന്നിട്ടുള്ള സഹായങ്ങൾ വെച്ചിട്ടാണ് ഈ യൂണിയൻ സർക്കാർ ഇത്തരം ബഹളങ്ങൾ കാണിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസിൻ്റെ സഹോദരൻ ഇന്നലെ പുള്ളിയൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ദീപു ചന്ദ്രദാസിനെ മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവിടെ ഫെബ്രുവരി 16 തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുക.
ആ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകാനുള്ള യൂനിസിൻ്റെ തന്ത്രമാണ് എന്നാണ് അവർ പുതുതായിട്ട് ആരോപിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ യൂനിസിൻ്റെ ഭരണം പോകും. യൂനിസിൻ്റെ ഭരണം പോയി കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇയാൾ കാണിക്കുന്നതിൻ്റെ തോന്നിയാവസ്ഥയിൽ ഭരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഒരു ഭരണഘടനയുണ്ട്, അതനുസരിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു ശരീഅത്ത് രാഷ്ട്രമാക്കാനുള്ള യൂനിസിൻ്റെയും പാകിസ്ഥാൻ്റെയും ഈ അജണ്ടകൾ പൊളിയും. അത് പൊളിയായിരിക്കാൻ എന്താണ് ഇപ്പോൾ അവിടെ വേണ്ടത് വെച്ചാൽ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക. ആഭ്യന്തരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് എന്ത് ചെയ്യാം, നീട്ടിവെക്കാം എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ദീപു ചന്ദ്രസിൻ്റെ സഹോദരൻ ആരോപിക്കുന്നത്. ഹിന്ദു സംഘടനകൾ ഏതാണ്ട് സമാനമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ 7% ഹിന്ദുക്കളുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥ ഇനി എങ്ങനെയായിരിക്കും? ഇനി ആ രാജ്യത്ത് അവർക്ക് താമസിക്കാൻ കഴിയുമോ? അവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. കാരണം വരുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നലെയും ഒരു സംഭവം ഉണ്ടായത്, 2 ഹിന്ദു വീടുകളിൽ അവർ ചുറ്റും തീയിട്ടു, വീടിന് ചുറ്റും. അപ്പോൾ അതിനകത്തുള്ള അങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാഹചര്യം. അവസാനം ഇവർ ഈ ഷീറ്റ് മേൽക്കൂര എന്തോ അവർ കട്ട് ചെയ്തിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കാരണം ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായിക്കാൻ അവിടെ പോലീസൊന്നും വരില്ല. സ്വന്തം നിലയിൽ വേണേൽ രക്ഷപ്പെട്ടോളൂ. ഇതാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം. പൊതുവേ ഹിന്ദുക്കൾ ദീപുവിനെ തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് ജനങ്ങൾക്ക് നൽകുകയായിരുന്നല്ലോ മത തീവ്രവാദികൾ. ആണ് അതാണ് പറഞ്ഞത്. അവിടുത്തെ പോലീസ് എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിന്റെ സ്റ്റേഷനിൽ നിന്നാണ് നൽകുന്നത്. ഈ ഭരണകൂടത്തിന്റെ ആജ്ഞകൾ അംഗീകരിക്കാണല്ലോ ഇവരും ചെയ്യുന്നത്. അപ്പോൾ അവരും ആഗ്രഹിക്കുന്ന, യൂനിസ് ആഗ്രഹിക്കുന്ന, അവരും ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കളെ എല്ലാവരെയും കൊല്ലപ്പെടണം എന്നുള്ള മനോഭാവം എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ദീപുവിനെ ഈ പറഞ്ഞതിലെ ഈ കലാപത്തിലേക്ക് വിട്ടുകൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ നടന്നതുപോലുള്ള ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇപ്പോൾ ബംഗ്ലാദേശ് വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് നിൽക്കുന്നത് ഇന്ത്യയുടെ സഹായം കൊണ്ടാണ്. ഇന്നലെ ഈ റൈസ് എക്സ്പോർട്ടേഴ്സ്, അതായത് നമ്മുടെ നാട്ടിലെ അരി കയറ്റുമതി ചെയ്യുന്ന വലിയ വ്യവസായികളൊക്കെ ഇന്നലെ അവർ പറഞ്ഞത് ബംഗ്ലാദേശിലേക്ക് ഇനി നമ്മൾ അരി കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടുന്ന് അരി എത്തിയിട്ടാണ് അവർക്ക് അവിടെ കഴിക്കാൻ. അത് മാത്രമല്ല, ബംഗ്ലാദേശ് നമുക്കറിയില്ല ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ യൂണിറ്റ് ഉള്ളതാണ്. അതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ദീപവും അങ്ങനെ ഒരു യൂണിറ്റിൻ്റെ ഓവർസിയർ ആയിരുന്നു. അപ്പോൾ അതിന് കോട്ടൺ പോകുന്നത് ഇവിടുന്ന് കോട്ടൺ അവിടെ ചെന്നാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ വസ്ത്രം ഉണ്ടാകാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ചത്തുപോകും ഈ ബംഗ്ലാദേശ്. തർക്കമൊന്നും വേണ്ട കാര്യത്തിൽ. പക്ഷേ അത് സർക്കാർ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണ് ഈ അരി, അതുപോലെ തന്നെ വൈദ്യുതി, കുടിവെള്ളം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുട്ടിക്കാതെ നിൽക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സിന്ധു നദീജല കരാറ് റദ്ദാക്കിയതുപോലെ നാളെ ഇന്ത്യ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത ഇടപെടലിലേക്ക് പോയേക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദു മുസ്ലിം എല്ലാവരും അനുഭവിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങാതിരിക്കുന്നത്. പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലത്തെ ഒരു സംഭവം ബംഗ്ലാദേശിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത, ഒരു വിദൂര സാധ്യത നമ്മൾ കണ്ടേ മതിയാവും. അല്ല, നാം ഇങ്ങനെ പറയുമ്പോഴും വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ബംഗ്ലാദേശികളുണ്ടല്ലോ, അതിനെല്ലാം ഇനി എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ബംഗ്ലാദേശിൽ മാത്രമല്ല, ഇന്നലെ ഈ പശ്ചിമ ബംഗാളിൽ കൽക്കട്ടയിൽ ഈ ഹൈക്കമ്മീഷനെതിരെ സമരം നടന്നപ്പോഴത്തേക്ക് മമതാ ബാനർജിയുടെ പോലീസ് ഇവരെയൊക്കെ അടിച്ച് ചതച്ചതാണ്. നോക്കിയാണ്, ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾ തൊട്ട് അയൽഭാഗത്തെ രാജ്യത്തെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിന് പ്രതിഷേധം നടത്തിയപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഒരു ഹിന്ദു സർക്കാർ തന്നെ അവരടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഒന്നത്. 2, അല്ലെങ്കിൽ ഗാസയുമായി വരണം, അല്ലെങ്കിൽ ഗാസയായിട്ട് വരണം. 2, ഇവിടെയുള്ള ബംഗ്ലാദേശികളെ സംബന്ധിച്ച് ഇവിടെയുള്ള ബംഗ്ലാദേശികളെ, രോഹിംഗ്യകളെയും പുറത്താക്കുന്ന ഒരു നയം ആൾറെഡി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട്. ആസാം, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, പല സ്ഥലം നടന്നു വരുന്നുണ്ട്. അത് ഏതാനും നാളുകൾ കൊണ്ട് അത് പൂർണ്ണമാവും. പ്രത്യേകിച്ച് നമ്മുടെ SIR പൂർത്തിയാവുന്നതുകൊണ്ട് തന്നെ അതൊരു തീരുമാനമാവും. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം അതല്ല. ഇവിടെയുള്ള ബംഗ്ലാദേശികളെക്കാളും ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ബംഗ്ലാദേശി പ്രേമികളുടെ മമതാ സർക്കാരിനെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അവിടെ ഈ ഫെൻസിങ് ചെയ്യാൻ അനുവദിക്കുന്നില്ല നമ്മുടെ ബംഗ്ലാദേശിലേക്ക്. ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ചിട്ട് 2 ദിവസം മുമ്പ് വന്നൊരു ഇവർ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നും തുരങ്കങ്ങൾ എവിടെ ബംഗ്ലാദേശിലേക്ക് അങ്ങനെ ഒരുത്തനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇത് ചെയ്ത ഒരാളിനെ അറസ്റ്റ് ചെയ്തു. ഇത് ഹമാസിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മൾ കണ്ടാണല്ലോ, ഹമാസ് ഇഷ്ടംപോലെ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് ആളുകൾ കടത്തുകയും കള്ളക്കടത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിനെല്ലാം സൗകര്യം കൊടുത്ത് മമതാ സർക്കാരാണ്. കാരണം ബംഗാളിൻ്റെ അതിർത്തി കൂടെയാണ് ഇവരെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവർ ഒരുപക്ഷെ ഈ ഫെൻസിങ്ങിന് സമ്മതിക്കാത്തത്. അപ്പോൾ ആഭ്യന്തര ശത്രുക്കളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തി
ശിക്ഷിക്കാൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.